ഇല്ല, ഞങ്ങൾ ഇപ്പോൾ അങ്ങനൊരു വിശകലനത്തിലേക്ക് പോയിട്ടില്ല. പാർട്ടി DC-കളുടെ യോഗങ്ങൾ 15-ാം തീയതി മുതൽ തുടങ്ങുന്നുണ്ട്. 15-ാം തീയതി മുതൽ തുടങ്ങുന്ന DC യോഗങ്ങൾ എല്ലാം കഴിഞ്ഞ് DC എക്സിക്യൂട്ടീവും ജില്ലാ കൗൺസിലും രണ്ടും കൂടും. അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് എക്സിക്യൂട്ടീവ് കൗൺസിൽ യോഗങ്ങളെല്ലാം കൂടും. അതിനുശേഷമേ ഒരു നിഗമനത്തിലെത്താൻ നമുക്ക് കഴിയത്തുള്ളൂ. ഇപ്പോൾ ഈ സൂചിപ്പിച്ച പോലെ ആദ്യഘട്ടം മുതൽ തന്നെ സ്ഥാനാർത്ഥി നിർണയത്തിന് പാർട്ടിക്ക് എവിടെയെങ്കിലും പാളിച്ച പറ്റിയെന്ന് കരുതുന്നുണ്ടോ? സ്ഥാനാർത്ഥി നിർണയത്തിലെ അപാകതയെ സംബന്ധിച്ചൊന്നും ഞങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല. അത് DC-കളാണ് പരിശോധിക്കേണ്ടത്. DC-കൾ പരിശോധിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. കാര്യം എന്തെന്ന് വെച്ചാൽ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റും എക്സിക്യൂട്ടീവും ഒക്കെ യോഗം കൂടുമ്പോൾ ജില്ലകളിൽ നിന്ന് വന്ന നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനമെടുത്തത്. ജില്ലകളിൽ നിന്ന് വരാത്ത ഒരു പേരും അവിടെ ആലോചിച്ചിട്ടില്ല. അതുകൊണ്ട് സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ പൂർണ്ണമായ ഒരു പ്രൊപ്പോസൽ, അതിൻ്റെ പ്രൊപ്പോസൽ DC-കളിൽ നിന്നാണ്. DC-കൾ ചർച്ച ചെയ്യുമ്പോൾ അവരയച്ച നിർദ്ദേശത്തിൽ എന്തെങ്കിലും അപാകതയുണ്ടോ എന്നുള്ളത് പരിശോധിക്കും. ഞങ്ങളും കൂടെ അതിന് സാക്ഷിയാവുകയും ചെയ്യും. അത്രയും. CPI-യിൽ ഈ ഒരു പരാജയം ഉണ്ടായതിനു ശേഷം കേരളം CPI കൂടി ഭാഗമായതാണല്ലോ LDF എന്ന് പറയുന്നത്. അപ്പോൾ CPI-യിൽ ഈ ഒരു പരാജയം ഉണ്ടാകുമ്പോൾ നേതൃത്വത്തിനെതിരെ ഒരു പ്രവർത്തകർക്കിടയിൽ ഒരു വികാരം ഉണ്ടാകുന്നുണ്ട്. കാരണം മതിയായ രീതിയിൽ ഇടപെടൽ ഉണ്ടായില്ല എന്നുള്ളത് എങ്ങനെയാണ് അതിനെ നോക്കിയത്? അല്ല, CPI-ൽ ഇതുവരെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. മുമ്പും CPI-ക്ക് പരാജയം ഉണ്ടായിട്ടുണ്ട്. 2001-ൽ CPI-യുടെ നിയമസഭയിലെ അംഗസംഖ്യ കേവലം 7 മാത്രമേ. CPM-ന് 24-ഉം CPI-ക്ക് 7-ഉമായിരുന്നു. അന്നും നേതൃത്വമാറ്റം എന്നുള്ള നിലയിലുള്ള ഒരു ചർച്ച ഉണ്ടായിട്ടില്ല. ഇപ്പോഴും ഉണ്ടായിട്ടില്ല. അതുണ്ടാവത്തുമില്ല. ഉണ്ടാവുമെന്ന് ആരും അതിൽ പ്രതീക്ഷിക്കുകയും വേണ്ട. നിയമസഭയിലെ അംഗസംഖ്യ ജയപരാജയത്തിൻ്റെ അടിസ്ഥാനത്തിൽ നേതൃത്വമാറ്റം എന്നുള്ള നിലയിലുള്ള അതൊക്കെ ആരുടെയൊക്കെയോ വ്യാഖ്യാനങ്ങളാണ്. ഞങ്ങളാരും അങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല. സന്തോഷ് കുമാറിന്റെ ഒരു പ്രതികരണം ഉണ്ടായിരുന്നല്ലോ, പ്രതിപക്ഷ നേതാവുമായി മാറണം, പുതിയ മുഖം വരണം. സന്തോഷ് ഏത് സന്ദർഭത്തിൽ അങ്ങനെ പറഞ്ഞെന്ന് എനിക്കറിയില്ല. സന്തോഷ് യഥാർത്ഥത്തിൽ അങ്ങനെ ഉദ്ദേശിച്ചായിരിക്കുകയില്ല ഒരു പ്രതികരണം നടത്തിയെന്നാണ് എൻ്റെ തോന്നുന്നത്. ഇല്ലില്ല, അത് CPM ആണ് തീരുമാനിക്കേണ്ടത്. ഞങ്ങൾക്ക് അതിനകത്ത് യാതൊരു തെറ്റിദ്ധാരണയും ഇല്ല. പ്രതിപക്ഷ നേതാവിനെ തീരുമാനിക്കാനുള്ള അവകാശം പ്രതിപക്ഷത്തെ ഏറ്റവും കൂടുതൽ അംഗസംഖ്യയുള്ള പാർട്ടിക്കാണ്. കേരളത്തിൽ അത് CPM-നാണ്. CPM തീരുമാനിക്കും. സർക്കാരിന് കുറെ നയങ്ങൾ എടുത്തതിൽ അല്ലെങ്കിൽ കുറെ തീരുമാനങ്ങൾ എടുത്തതിൽ നിന്ന് പിന്നീട് മാറേണ്ടി വന്നു. ശബരിമല ഉൾപ്പെടെയുള്ള വിഷയത്തിൽ ഉൾപ്പെടെ ഇപ്പോൾ ഒന്ന് മയപ്പെടുത്തിയാണ് സുപ്രീം കോടതിയിൽ പോലും നിലപാട് സമർപ്പിച്ചിട്ടുള്ളത്. ഇങ്ങനെ പല ഘട്ടങ്ങളിൽ CPI തിരുത്തിയ ഘട്ടങ്ങളുണ്ടായിരുന്നു. NEP-യുടെ ഘട്ടങ്ങളിലൊക്കെ CPI-യുടെ ഭാഗത്ത് നിന്ന് ഇടപെടലുണ്ടായി. പക്ഷെ ഇതൊന്നും സർക്കാർ വേണ്ടത്ര മുഖവിലേക്ക് എടുത്തില്ല, അല്ലെങ്കിൽ അതായിരുന്നില്ല വേണ്ടിയിരുന്ന തിരുത്തൽ എന്ന് CPI-ക്ക് ഇപ്പൊ തോന്നുന്നുണ്ടോ? ഞങ്ങൾക്ക് ഇപ്പം തോന്നേണ്ടുന്ന കാര്യമില്ലല്ലോ. ഞങ്ങൾ തിരുത്തേണ്ടുന്ന സമയത്ത് തിരുത്താൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞങ്ങളെന്തിനാണ് അതിനകത്ത് ഖേദിക്കുന്നത്? ഗവൺമെൻറ്റിനോട് അതിനകത്തൊരു വ്യതിയാനം കണ്ടപ്പോൾ ഇന്ന കാരണത്താൽ പല കാര്യങ്ങളിലും മാറ്റം വേണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. CPI അത് ആർജവത്തോടു കൂടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾക്കതുകൊണ്ട് അതിനകത്ത് യാതൊരു നടന്ന് ഒരു പരിധിവരെയൊക്കെ ചിലത് നടന്നിട്ടുണ്ട്. നടക്കാത്തതിനെ സംബന്ധിച്ച് ജനങ്ങളുടെ അഭിപ്രായം തെരഞ്ഞെടുപ്പിൽ കൂടെ രേഖപ്പെടുത്തും. PM ശ്രീ നിശ്ചയമായിട്ടും അല്ലല്ല, PM ശ്രീയുടെ മാത്രം കൊണ്ടൊന്നുമല്ല, ഒരിക്കലും അങ്ങനെയല്ല. അതാ ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഒരു കാരണമല്ല, പല കാരണങ്ങളുണ്ട്. ആ പല കാരണങ്ങളിൽ ഒന്ന് മാത്രമേ ആവുന്നുള്ളൂ ഇടതുപക്ഷ വ്യതിയാനം എന്നുള്ളത്. നയത്തിൽ നിന്ന് കാര്യമായ ചലനമുണ്ടായി. അതായത് നമ്മൾ ഇടതു പാർട്ടികൾ പൊതുവായി പുലർത്തിപ്പോന്നിരുന്ന ആ നയങ്ങളിൽ നിന്ന് ഈ സർക്കാരിന്റെ കാലത്ത് ഒരു വ്യതിയാനം ഉണ്ടായി എന്ന് വിലയിരുത്തുന്നില്ല. അല്ല, ചില വിഷയങ്ങളിൽ വേണ്ടത്ര നിലയിലുള്ള ഒരു ലെഫ്റ്റ് പൊളിറ്റിക്സിന് മുൻതൂക്കം കൊടുത്തുകൊണ്ടുള്ള ഒരു കാഴ്ചപ്പാടുണ്ടായില്ല. ഒരു പക്ഷേ അതൊരു ഗവൺമെൻറ് ആകുമ്പോൾ അങ്ങനെ ഉണ്ടാവത്തില്ലായിരിക്കും. എങ്കിലും അത് വേണ്ടത്ര നല്ല ചർച്ചയ്ക്ക് വിഷയീഭവിച്ചിട്ടില്ല. ചർച്ച ചെയ്ത് ആ നിലയിലേക്ക് തീരുമാനമെടുക്കുകയായിരുന്നെങ്കിൽ പലതിലും മാറ്റം വരുത്താൻ കഴിയുമായിരുന്നു. ഈ ചില സമയത്തൊക്കെ ഇടതുപക്ഷത്തിന് നയമായിരിക്കില്ല സർക്കാരിന്റെ എന്നൊക്കെയുള്ള പ്രതികരണങ്ങൾ വലിയ രീതിയിലുള്ള ചർച്ചയായിരുന്നു. മാത്രമല്ല നേരത്തെയും CPI-യും CPM-ഉം രണ്ട് തട്ടിലാണ് എന്നുള്ള തരത്തിലടക്കം വിമർശനങ്ങളും ആരോപണങ്ങളും ഉയർന്നിട്ടുണ്ട്. ഇതെല്ലാം തന്നെ തിരിച്ചടിക്ക് കാരണമായിട്ടുള്ള ഘടകങ്ങളായിട്ട് തിരിച്ചടിക്ക് പല ഘടകങ്ങളുള്ളതിലെ ഒരു കാരണം ആയിട്ട് മാത്രം ഈ വ്യതിയാനത്തെ സംബന്ധിച്ച് കണ്ടാൽ മതി. ശിവൻകുട്ടി അന്ന് പറഞ്ഞത് കറക്റ്റാണ്, ശരിയാണ്. എന്തെന്ന് വെച്ചാൽ ഒരു പാർട്ടിയുടെ മാത്രം തീരുമാനം നടപ്പിലാക്കാൻ കഴിയുന്നതെല്ലാം മുന്നണി ഗവൺമെൻറ്റിൽ, അത് കറക്റ്റാണ്. ഒരു ഗവൺമെൻറ് ആകുമ്പോൾ ഗവൺമെൻറ് മെഷീനറിക്ക് അതിൻ്റേതായിട്ടുള്ള ചില നടപടിക്രമങ്ങളൊക്കെ പാലിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് കേവലം ഒരു പാർട്ടിയുടെ എന്നാൽ അങ്ങനൊരു മുന്നണിയിൽ ഡിസ്കഷൻ നടന്നിട്ടാണോ പല തീരുമാനങ്ങളും എടുത്തതെന്നുള്ളത് ചർച്ച ചെയ്യേണ്ടുന്നതാണ്. അതാണ് തിരുത്തേണ്ടുന്നത്. മുന്നണിയിൽ വേണ്ടത്ര ചർച്ച ചെയ്യാതെ ഒരു തീരുമാനം എടുത്ത് എല്ലാവരെയും ബോധ്യപ്പെടുത്തുന്നതിന് മുമ്പ് പോയി
ഒപ്പിട്ട് കൊടുത്തതാണ് PM ശ്രീയിലെ പ്രശ്നം. അത് ചെയ്യാൻ പാടില്ല. ഞങ്ങൾക്കത് ശക്തമായ അഭിപ്രായമുണ്ട്, ഉണ്ടായിരുന്നു. ഞങ്ങളത് ബോധ്യപ്പെടുത്തുകയും ചെയ്തു. അതുകൊണ്ട് വേണ്ടത്ര ഡിസ്കഷൻ ഇല്ലാതെ ഏകപക്ഷീയമായി ചില ആളുകൾ തീരുമാനമെടുത്താൽ അതിന്റെ പ്രതികരണം ഉണ്ടാവും. അത് കണ്ടു, അത്രയേ ഉള്ളൂ. അത് പറയുമ്പോഴും അപ്പോൾ CPI ഇടതുപക്ഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിയാണ്. അപ്പോൾ ഈ CPIയുടെ അഭിപ്രായങ്ങൾ ആവശ്യത്തിന് മുഖവിലേക്ക് എടുക്കുന്നുണ്ടായിരുന്നില്ല എന്നുള്ളൊരു അർത്ഥം കൂടി അല്ല, അത് ഞാൻ CPIയുടെ മാത്രം അഭിപ്രായമല്ല. LDF എന്ന് പറയുന്നത് ഒരു കോയലിഷനാണ്. ആ മുന്നണിയെ വിശ്വാസത്തിലെടുക്കണം, മുന്നണി നേതൃത്വത്തെ വിശ്വാസത്തിലെടുക്കണം. ഒരു ഗവൺമെന്റ് എന്നുള്ള നിലയ്ക്ക് ചില തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ആ തീരുമാനങ്ങൾ ഇന്നതാണ്, ഇന്ന സാഹചര്യത്തിൽ നമുക്ക് ചെയ്യേണ്ടി വരുന്നു എന്നുള്ളത് മുന്നണിയെ ബോധ്യപ്പെടുത്തി എടുക്കേണ്ടതാണ്. അത് ആരുടെയെങ്കിലും 2-3 വ്യക്തികളുടെ മാത്രം താല്പര്യമല്ല. സംഭവിച്ചില്ല എന്നാണ്. അത് സംഭവിക്കാത്തതാണ് ഏറ്റവും നല്ല ഉദാഹരണം. അല്ലേ PM ശ്രീ? അതുണ്ടായത് അങ്ങനെ ഏതൊക്കെ വിഷയങ്ങളിൽ നിന്നുള്ളതൊക്കെ വിശദമായി പരിശോധിക്കേണ്ടത്. ഇത്തരത്തിൽ ഈ ഒരു മുന്നണി സംവിധാനം പിഴവ് പറ്റിയത് കൂടി ഈ തെരഞ്ഞെടുപ്പിന്റെ പരാജയത്തിനുള്ള കാരണമായിട്ട് പ്രവർത്തകരെ, അതായത് CPMന്റെ ആയാലും CPIയുടെ ആയാലും ഉറച്ച കേഡർ വോട്ടുകളെ നഷ്ടപ്പെടുത്തിയതിൽ അതിലൊരു കാരണമായിട്ട് കരുതുന്നുണ്ടോ? അല്ല, അത് ജില്ലകളിൽ അനലൈസിസ് ചെയ്യുന്നത് DCകളുടെ റിപ്പോർട്ടുകളൊക്കെ വന്നതിന് ശേഷമേ ഉള്ളൂ. അതൊക്കെ DCകൾ പരിശോധിക്കട്ടെ. DC പരിശോധിക്കേണ്ടത് DC പരിശോധിക്കും. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സ്റ്റേറ്റ് സെന്റർ പരിശോധിക്കേണ്ടുന്നത് സ്റ്റേറ്റ് സെന്ററിൽ. ഇതുവരെ നടന്ന തിരുത്തൽ ചർച്ചകളിലോ അല്ലെങ്കിൽ തിരുത്തൽ നിർദ്ദേശങ്ങളിലോ കാര്യമായിട്ടുള്ള പരിഗണന ഉണ്ടായില്ല. PM ശ്രീ ഉൾപ്പെടെ അങ്ങ് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഇതിലോ നേതൃത്വം ഈ നിലയിൽ തന്നെ മുന്നോട്ട് പോയാൽ മതി ഇടതുപക്ഷ സംവിധാനത്തെ, അത് കുറച്ചുകൂടി പവർഫുൾ ആയിട്ടൊരു തീരുമാനം എടുക്കാൻ, അല്ലെങ്കിൽ അത് ആ തങ്ങളുടെ കൂടി തീരുമാനം സർക്കാരിന്റെയോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന്റെ ആണെങ്കിലും അതിന്റെ ഭാഗമാക്കാൻ കുറച്ചുകൂടി ശക്തമായ ഇടപെടൽ വേണം. അല്ല, ഞങ്ങളിപ്പോൾ എന്തായാലും പ്രതിപക്ഷത്താണല്ലോ. പ്രതിപക്ഷത്തെ LDF എന്നും ശക്തമാണ്. ഒരു കുറവും അതിന് സംഭവിക്കത്തില്ല. പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി, രാഷ്ട്രീയ മുന്നണി എന്നുള്ള നിലയിൽ വളരെ ശക്തമായ നിലപാട് തന്നെ ഞങ്ങൾ എടുത്തു. അപ്പോഴൊരു CPMന് അപ്രമാദിത്വം അതിനുണ്ടാവുന്നത് നല്ലതാണെന്ന് കരുതുന്നുണ്ട്. അത് അങ്ങനെ അപ്രമാദിത്വം ഉണ്ടാവില്ല എന്നുള്ളതൊക്കെ ഭാവിയിൽ വരുന്ന കാര്യങ്ങളല്ലേ. അന്നേരം നമുക്ക് നോക്കാം, ചർച്ച ചെയ്യുമ്പോൾ അത് നോക്കാം. മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ടല്ലോ സമാനമായി. കാരണം പലപ്പോഴും നേതൃത്വം പല കാലങ്ങളിലും വിമർശനം ഏറ്റുവാങ്ങേണ്ടി എന്നുള്ള CPM നയങ്ങളെ തിരുത്താൻ ഇടതുപക്ഷത്തു നിന്നുകൊണ്ട് CPIക്ക് സാധിച്ചില്ല എന്നതായിരുന്നു. അത് ഇത്തവണയും അത് ഒരു അല്ലല്ല, അങ്ങനെ ഒരു പാർട്ടി പറഞ്ഞ് വേറൊരു പാർട്ടി തിരുത്തുക എന്നുള്ളതല്ല, ചൂണ്ടിക്കാണിക്കുന്നു. ആ ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് ശരിയോ തെറ്റോ എന്നുള്ള ചർച്ച ചെയ്ത് അതിൽ തീരുമാനമെടുക്കേണ്ടത്. അതിനകത്ത് മറ്റേ നിലയിൽ കാണേണ്ട കാര്യം. CPM പറഞ്ഞ വേറൊരു കാര്യം എന്താ വെച്ചാൽ, ഇനിയിപ്പോ സംഭവിച്ചത് അസാധാരണ തോൽവിയാണ്. അതുകൊണ്ട് തന്നെ അസാധാരണ തരത്തിലുള്ള ചർച്ചകൾ ഉണ്ടാവും. അതായത് പ്രവർത്തകർക്ക് എന്തും വെട്ടി തുറന്ന് പറയാൻ ഭയപ്പെടേണ്ട സാഹചര്യമില്ല. നേതാക്കള് മുൻധാരണകളില്ലാതെ അത് കേൾക്കുമെന്നാണ് പറയുന്നത്. CPI അത്തരം ഒരു ചർച്ചയാണോ നോക്കിക്കാണുന്നത്? ഇത് അസാധാരണത്വമൊക്കെ ചർച്ച ചെയ്യുമ്പോൾ അത് വരട്ടെ. ഞങ്ങളെന്തായാലും ഞങ്ങളുടെ ജില്ലാ കമ്മിറ്റികൾ ഇതൊക്കെ ചർച്ച ചെയ്യണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവും സെക്രട്ടേറിയറ്റും ഒക്കെ അത് വിലയിരുത്തും.